ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ക്രിസ്മസ് ട്രീയിലുണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? എന്നാൽ പിന്നെ കുറച്ച് ചാർട്ട് പേപ്പറും ഉപയോഗിച്ച് കഴിഞ്ഞ ടിഷ്യൂ റോളും വെച്ച് നമുക്കൊരു ക്രിസ്മസ് ട്രീ കൂടി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒരു വലിയ ചാർട്ട് പേപ്പർ എടുക്കുക, ഒരു 5-6 മടക്ക് മടക്കാം. എത്ര ലെയർ വേണോ അത്രയും മടക്കാം. അത് കഴിഞ്ഞ് വലിയൊരു വട്ടം വരയ്ക്കുക, ഒരു കോമ്പസോ ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് വട്ടം വരയ്ക്കുക. അത് കഴിഞ്ഞ് എല്ലാം കൂടി ഒന്നിച്ച് തന്നെ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് ഓരോ വട്ടത്തിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ വരയ്ക്കുക, ഒരു വര വരയ്ക്കുക, വളയാണ്ട് വരയ്ക്കുക. പിന്നെ ഓരോ വട്ടത്തിനും നമ്മൾ ഇതുപോലെ കോണാകൃതിയിലൊന്ന് ചുരുട്ടിയെടുക്കുക. ഒരു പശ തേച്ച് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെമ്മായിട്ട് ഉപയോഗിക്കണില്ലേ, അത് നമ്മുടെ കിച്ചൺ ടിഷ്യൂവിൻ്റെ കാലി റോളാട്ടോ. അതും ഒന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കി പാകമായി. നമ്മുടെ പാകം വലുപ്പത്തിന് ഒന്ന് നോക്കി ഒട്ടിച്ചു. അടുത്ത ലെയർ എടുത്തു, അതുപോലെ ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ ഓരോ ലെയർ എടുക്കുമ്പോഴും വട്ടം കുറച്ച് വരുന്നുട്ടോ കോണിൻ്റെ. അങ്ങനെ നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടക്കി വെച്ച് നോക്കാം കേട്ടോ. എല്ലാം സെറ്റായി. ഇനി അതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോന്നിലും നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഏറ്റവും വലുതിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ട് താഴെ ചെറുപ്പം, അങ്ങനെ വലുതിൻ്റെ മുകളിൽ ചെറുത്, അതിൻ്റെ മുകളിൽ, അങ്ങനെ ഒന്നൊന്നായിട്ട് അടക്കി വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ചാർട്ട് പേപ്പറിന് നേരം A4 ഷീറ്റോ ന്യൂസ് പേപ്പറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പല ലെയറായിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല കട്ടിയും കിട്ടും, ബലവും കൂടും അതിനനുസരിച്ച്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയ നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മളതാ സ്റ്റെമ്മില്ലേ അതുമേലോട്ട് ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ സ്റ്റെമ്മായിട്ട് എടുത്തത് കിച്ചൺ ടിഷ്യൂവിൻ്റെ റോള് കാലി ചെയ്താട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും മടക്കിയിട്ട് അതിലെടുക്കാം കേട്ടോ. ചോദിച്ചിട്ട് വട്ടത്തിലെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത് ട്രീയുടെ സ്ട്രക്ചർ അല്ലേ, അതിലോട്ട് കമ്പ് കുത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബാർബിക്യൂ സ്റ്റിക്കായിട്ട് എടുത്തോക്കണ്. അത് നമ്മൾ 5-6 നേരത്തെ പിടിച്ച് കുത്തി കൊടുത്തിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറും അതുപോലെ പശയും വെച്ചിട്ട് നമ്മൾ ആ പച്ചത്തോരനൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ വട്ടത്തിൽ ചുറ്റാന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ തികയില്ലാന്ന് തോന്നിയപ്പോൾ ഞാനത് ടോപ്പ് പോർഷനിൽ മാത്രം വട്ടത്തിൽ ചുറ്റിയിട്ട് ബാക്കി അങ്ങനെ നീളത്തിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ അടുക്കി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പും പശയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് രാധകുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാട്ടോ. അവൾക്ക് സ്കൂളിൽ ക്രിസ്മസ് ഡെക്കോർ കൊണ്ടുപോകണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സ്റ്റെമ്മിനെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുക. ട്രീയുടെ ഒരു കളർ കിട്ടാനായിട്ട് ഒരു വുഡൻ കളർ മിക്സ് ചെയ്തെടുത്തിട്ട് അടിച്ചു കൊടുത്തു. ഇനി പെയിന്റ് ഒന്ന് ഉണങ്ങട്ടെ. പെയിന്റ് ഉണങ്ങി പശ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിക്കുക കേട്ടോ. നമ്മൾ ആ സ്റ്റെമ്മിലോട്ട് പശ തേച്ചിട്ട് ശരിയാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഹാങ്ങിങ്സ് മേടിച്ചത് വളരെ കുറച്ച് ഉപയോഗിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയത്. നോക്കിയപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ. വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.